വോട്ടിംഗിൽ വൻ ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദില മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തായി. നിലവിൽ ഇപ്പോഴും ജിയോ ഹോട്ട്സ്റ്റാറിൽ ആദിലയ്ക്ക് വോട്ട് ചെയ്യാനുള്ള സ്ലോട്ട് ഉണ്ട്. പക്ഷേ ആദിലയെ നമ്മൾ ഇനി കണക്ക് കൂട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള ടോപ്പ് 6 വ്യാഴാഴ്ച രാത്രി 11 മണി വരെ ലഭിച്ച വോട്ടിൻ്റെ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പുറത്തുവിടുന്നത്. നിങ്ങൾ ഇന്ന് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തവരാണെങ്കിൽ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. 11 മണി വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ അനീഷിനെ പിന്തുണക്കൊണ്ട് അനുമോൾ 1ാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട്. അനീഷിനേക്കാളും ബഹുദൂരം മുന്നിലാണ് ഇപ്പോൾ നിലവിൽ അനുമോൾ നിൽക്കുന്നത്. 5,69,711 വോട്ടുകൾ അനുമോൾക്ക് നേടാൻ കഴിഞ്ഞു. 2ാം സ്ഥാനത്തുള്ളത് അനീഷാണ്. 5,60,195 വോട്ടുകളോടെ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ് അനീഷ്. അനീഷിന് വേണ്ടി ഇന്ന് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിലവിലെ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസ് ആണ്. 2,23,617 വോട്ടുകളാണ് ഷാനവാസിന് 11 മണി വരെ നേടാൻ കഴിഞ്ഞത്. 4ാം സ്ഥാനത്താണ് നൂറയുടെ സ്ഥാനം. 1,54,409 വോട്ടുകൾ നൂറ നേടി. 5ാം സ്ഥാനത്താണ് അക്ബർ ഖാൻ. 1,51,944 വോട്ടുകൾ അക്ബർ നേടി. ഏറ്റവും പിറകിലാണ് ഇപ്പോൾ നിലവിൽ നെവിൻ നിൽക്കുന്നത്. 1,50,388 വോട്ടുകൾ നെവിന് നേടാൻ കഴിഞ്ഞു. ഇവരിൽ ആരാണ് BB7 വിന്നർ ആകുന്നത് എന്ന് തീരുമാനിക്കുന്ന ഫൈനൽ വോട്ട് റിസൾട്ട് ഈ ഒരു ചാനലിലൂടെ പുറത്തുവിടുന്നതായിരിക്കും. അപ്പോൾ അത് കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ എവിക്ഷനിൽ വൺ ട്വിസ്റ്റ് സംഭവിച്ചിരുന്നു. അനീഷിൻ്റെ ചങ്കൊന്ന് പിടഞ്ഞു. മിഡ് വീക്ക് എവിക്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സാങ്കേതിക പിഴവ് കാരണം അനീഷിൻ്റെ മുൻപിൽ വെച്ചിരുന്ന പ്രോപ്പർട്ടി, എവിക്ഷന് വേണ്ടി വെച്ചിരുന്ന പ്രോപ്പർട്ടിയിൽ നിന്നും പുക വന്നില്ല. അപ്പോൾ അനീഷ് വിചാരിച്ചു അനീഷാണ് പുറത്താകുന്നത് എന്ന് 100% ഉറപ്പിച്ച് അനീഷ് നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത്. അനീഷിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു സാങ്കേതിക പിഴവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിൽ നിന്ന് പുക വരാത്തത് എന്ന്. എന്തായാലും മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആദിലയാണ് പുറത്തായത്. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.